ഇന്ത്യയുടെ പ്രാർത്ഥനയുടെ 43 മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പ്രാർത്ഥനകൾ ഇന്ത്യക്കൊരു ഉണർവാണ്, നമ്മുടെ ദേശത്തിൻ്റെ ഉണർവാണ്, നമുക്കൊക്കെ ഒരു ആത്മീയ ഉത്തേജനമാണ്. കാരണം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകൾ നമുക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിൻ്റെ തെളിവുകളാണ് ഈ കാലഘട്ടത്തിൽ നാം ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികൂലങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിലും വലിയ ഉണർവുകൾ പലയിടങ്ങളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഉണർവുകളെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ബലഹീനരെങ്കിലും നമ്മെ ബലവാനാക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിനെ കുറിച്ചും ഒരു ഗാനം നമുക്ക് കേൾക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. തിരുശക്തിനാഥൻ പകർന്നീടും ബലഹീനതയിൽ തികഞ്ഞു വന്നീടും. തിരുശക്തിനാഥൻ പകർന്നീടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി
ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ